മുമ്പായിട്ട് എന്താണ് നമ്മുടെ സിലബസിലെ ഭരണഘടന നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന സ്പോർട്സ് എക്സാമുകൾക്ക് 8 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ സ്പോർട്സ് എക്സാമുകൾക്ക് 8 മാർക്കിനാണ് ഭരണഘടന ചോദിക്കുന്നത്. ആ 8 മാർക്കിൽ എന്തൊക്കെ ചോദിക്കുന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ ഭരണഘടന നിർമ്മാണ സമിതിയെ കുറിച്ച് ചോദിക്കുന്നു, ആമുഖത്തെ കുറിച്ച് ചോദിക്കുന്നു, പൗരത്വത്തെ കുറിച്ച് ചോദിക്കുന്നു, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാന ഭരണഘടനാ ഭേദഗതികൾ. അതായത് നമുക്ക് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഭേദഗതിയാണ് പഠിക്കേണ്ടതെന്ന്. 42, 44, അതുപോലെ തന്നെ 52, 73, 74, 86, 91. ഇത്രയും ഭേദഗതികൾ നമ്മൾ പഠിക്കണം. പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും പഠിക്കണം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 8 മാർക്കിന് ചോദ്യങ്ങൾ വരും. മനസ്സിലായ? 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഭരണഘടനയിൽ നിന്ന് സ്പോർട്സ് എക്സാമുകൾക്ക് വരുന്നത്. ഓക്കെ അല്ലടാ? ഇതിൽ ഒന്നും തന്നെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, എന്താണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്? ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത് എന്താണ്ടാ? ആർക്ക് പറയാം? ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിളിൽ പറയുന്ന സ്ഥാപനങ്ങളെയാണ് അല്ലെങ്കിൽ സംവിധാനങ്ങളെയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് അറ്റോർണി ജനറൽ, ഈ പേര് നിങ്ങൾ കേട്ടോ? അറ്റോർണി ജനറൽ എന്ന പേര്. അറ്റോർണി ജനറൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഞാൻ നിങ്ങൾക്ക് ആർട്ടിക്കിൾ ഒന്നും ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. അറ്റോർണി ജനറൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ തന്നെ CAG. എന്താണ് CAG? CAG എന്താണ്? CAG എന്ന് പറഞ്ഞാൽ പിള്ളേരെ കൺട്രോളർ അല്ല, ആണ്. COMP, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് CAGയുടെ പൂർണ്ണരൂപം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് CAGയുടെ പൂർണ്ണരൂപം. CAG ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓക്കെ, മനസ്സിലായി? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് CAGയുടെ പൂർണ്ണരൂപം. PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. PSC എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ PSC വരുന്നുണ്ട്, UPSC വരുന്നുണ്ട് അല്ലേ? PSC എന്ന് പറയുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനും UPSC എന്ന് പറയുമ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും. ഇതും ഭരണഘടനാ സ്ഥാപനമാണ്. PSC, UPSC എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് SC കമ്മീഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ, SC കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ST കമ്മീഷൻ എന്ന് പറയുമ്പം ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ. പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ OBC കമ്മീഷൻ നമ്മൾ അതിനെ NCBC എന്ന് പറയും കേട്ടോ. NCBC എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ, ബാക്കി പറയാവോ? നാഷണൽ കമ്മീഷൻ ഫോർ BC എന്താ? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. മനസ്സിലായ? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നാണ് NCBCയുടെ പൂർണ്ണരൂപം. ഈ NCBC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അതുപോലെ GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ തന്നെ
ഡീലിമിറ്റേഷൻ കമ്മീഷൻ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഈ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മലയാളം നിങ്ങൾക്ക് അറിയോ? ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മലയാളമാണ് അതിർത്തി 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 പുനർനിർണയ കമ്മീഷൻ. അതിർത്തി പുനർനിർണയ കമ്മീഷൻ. അതിർത്തി പുനർനിർണയ കമ്മീഷൻ. പിള്ളേരെ, നമ്മുടെ രാജ്യത്ത് നിയമസഭാ മണ്ഡലങ്ങൾ, ലോകസഭാ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളെയും ലോകസഭാ മണ്ഡലങ്ങളെയൊക്കെ തീരുമാനിക്കുന്നതും സംവരണ മണ്ഡലങ്ങളെയൊക്കെ തീരുമാനിക്കുന്നതും ഈ പറയുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. മനസ്സിലായി? ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ഓക്കെ അല്ലടാ? ശരി. അപ്പൊ നമുക്ക് നമ്പർ ഇട്ടെന്ന് പറയാം. ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ടത്: ഒന്ന് അറ്റോർണി ജനറൽ, 2 അഡ്വക്കേറ്റ് ജനറൽ, 3 CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, 4 UPSC അല്ലെങ്കിൽ PSC, 5 ഇലക്ഷൻ കമ്മീഷൻ, 6 പട്ടിക ജാതി കമ്മീഷൻ, 7 പട്ടിക വർഗ കമ്മീഷൻ, 8 OBC കമ്മീഷൻ, അതായത് NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അടുത്ത 9 GST കൗൺസിൽ, 10 ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ, 11ാമത്തത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിർത്തി പുനർനിർണയ കമ്മീഷൻ. ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. മനസ്സിലായി? ഇതെല്ലാം എന്താണ് പിള്ളേരെ? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഓക്കെ, ഇതിന്റെ എല്ലാം പേര് നിങ്ങൾ എഴുതി വെക്കുക. നമുക്ക് ഇതിന്റെ ഓരോന്നിനെ കുറിച്ചും പഠിക്കാനുണ്ട്. നമുക്ക് ഇത് തന്നെ ഒരു ചോദ്യമായിട്ട് വരും. താഴെ പറയുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ ഏതാണ് ഭരണഘടനാ സ്ഥാപനം? ആ രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം വരും. ഓക്കെ, ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ പിന്നെ എന്താണ് പിള്ളേരെ ഉള്ളത്? ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ പിന്നെ ഉള്ളത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയും. എന്ത് പറയൂടാ? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന് നമ്മൾ പറയുന്ന പേരാണ് നിയമാനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ. നിയമാനുസൃതമായ സ്ഥാപനങ്ങൾ, നിയമപ്രകാരം രൂപം കൊണ്ട സ്ഥാപനങ്ങൾ, നിയമാനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിയമപ്രകാരം രൂപം കൊണ്ട സ്ഥാപനം. ഇത് ആരുടെ ലെഫ്റ്റ് ആവുന്നത്? നിങ്ങളത് ഞാൻ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ഇങ്ങനെ തോന്നും പോലെ കയറി ഇറങ്ങാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ പഠിച്ചെത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യം തന്നെയാണ്. മനസ്സിലായ? നിങ്ങൾക്ക് ക്ലാസ്സിനോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല. വേണമെങ്കിൽ പഠിച്ചെടുത്ത്, എനിക്ക് അത്രേ പറയാവുള്ളൂ. ഇതിൽ തന്നെ നിന്ന് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ട്, അവർ പഠിച്ച് കയറി വരികയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണ്. LD പരീക്ഷ സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കുറെ ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി കേട്ടോ. ഇങ്ങനെയാണ്, നിന്ന് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ വൈകുന്നേരം കയറാതിരിക്കുക. നിങ്ങൾക്ക് താല്പര്യം കയറാതിരിക്കുക. ഞാൻ നോട്ട്, നമ്മുടെ ഇത് മെന്ററായിട്ടുള്ള കുട്ടികൾ നോട്ട് ചോദിക്കുന്ന സമയത്ത് നോട്ട് കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ എടുത്ത് കളയും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? നോട്ട് എഴുതി കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ എടുത്ത് കളയും. അത്രേ ഉള്ളൂ. വേറെ സംസാരമൊന്നുമില്ല. ഇവിടെ പഠിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാകും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചാണ്. 1-2 സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് പറ പിള്ളേരെ. നിങ്ങൾ പറ, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ പറ. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്താ? പിള്ളേരെ, മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കറക്റ്റ് ആണ്. ന്യൂനപക്ഷ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭിന്നശേഷി കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, വേറെ ഏതെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? മനുഷ്യാവകാശം, വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ,
അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനുകൾ ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാതെ ഒരു ആർട്ടിക്കിൾ പ്രകാരം രൂപം കൊണ്ടിട്ടുള്ള സംവിധാനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഞാൻ ഈ പറഞ്ഞ 7 പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 11 സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ട് പഠിച്ചു. 7 സ്ഥാപനങ്ങൾ നമ്മൾ എന്തായിട്ട് പഠിച്ചു? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയിട്ട് പഠിച്ചു. നിങ്ങൾ പറ, നീതി ആയോഗ് എന്താണ്? നീതി ആയോഗ് ഇതിൽ എന്താണ്? നീതി ആയോഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? വളരെ നീതി ആയോഗ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ല, നീതി ആയോഗ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. നീതി ആയോഗ് ഒരു അഡ്വൈസറി ബോഡിയാണ്. നീതി ആയോഗ് അഡ്വൈസറി ബോഡി, അതായത് ഉപദേശക സമിതിയാണ്. അഡ്വൈസറി ബോഡി അല്ലെങ്കിൽ ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. മറക്കരുത് പിള്ളേരെ, ഇമ്പോർട്ടന്റ് ആണ്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. ഓക്കെ, നീതി ആയോഗ് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ശരിയോ തെറ്റാണോ? നീതി ആയോഗ് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ശരിയാണ് പിള്ളേരെ, നീതി ആയോഗ് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി കൂടിയാണ്. മനസ്സിലായ? നീതി ആയോഗ് ഒരു അഡ്വൈസറി ബോഡിയാണ്, അതുപോലെ തന്നെ നീതി ആയോഗ് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം മനുഷ്യാവകാശ കമ്മീഷൻ 1993 മനുഷ്യാവകാശ നിയമപ്രകാരം രൂപം കൊണ്ടിട്ടുള്ള ഒരു കമ്മീഷനാണ്. വനിതാ കമ്മീഷൻ 1992 വനിതാ കമ്മീഷൻ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് രൂപം കൊണ്ടുള്ളതാണ്. ബാലാവകാശ കമ്മീഷൻ 2007 ബാലാവകാശ നിയമവുമായി, അല്ലെങ്കിൽ 2005 ബാലാവകാശ നിയമപ്രകാരം രൂപം കൊണ്ടതാണ്. ന്യൂനപക്ഷ കമ്മീഷൻ 1992 ന്യൂനപക്ഷ നിയമവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതാണ്. വിവരാവകാശമായാലും 2005 വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതാണ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീതി ആയോഗ് ആക്ട് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. മനസ്സിലായ? പക്ഷെ നീതി ആയോഗിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിലും ഇല്ല, നിയമാനുസൃതമായ സ്ഥാപനവുമല്ല. പക്ഷേ ഈ നീതി ആയോഗ് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി, ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. മനസ്സിലായി? അതൊരു അഡ്വൈസറി ബോഡിയാണ്. ഇനി എന്താണ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് നിങ്ങൾക്ക് അറിയോ? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണോ എന്ന് അല്ല, പക്ഷെ ഒരു ഭരണഘടനാ സ്ഥാപനത്തോടൊപ്പം തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതാണ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറയുന്നത്. ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല, പക്ഷെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് തുല്യമായിട്ടുള്ള പദവികളും അധികാരങ്ങളും നീതി ആയോഗിനുണ്ട്. അതുകൊണ്ടാണ് ഇതിന് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ സ്ക്രീനിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണെന്നും, അല്ലെങ്കിൽ അതിന്റെ പേരുകള്, നിയമാനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അതിന്റെ പേരുകള്, പിന്നെ ഒരു അഡ്വൈസറി ബോഡി അല്ലെങ്കിൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി പറഞ്ഞു. ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ പേരുകൾ പറയണോ? ഞാൻ ഒന്നുകൂടെ പേര് പറയണോ? ഓക്കെ ആണ്? തെറ്റാണ്? നോട്ട് എഴുതിയെടുത്തോ? ഇപ്പോഴേ നോട്ട് എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് പിള്ളേർ. ഇനി പിന്നീട് നിങ്ങൾ ക്ലാസ് കണ്ട് നോട്ടൊന്നും എഴുതാൻ പോകില്ല. എനിക്ക് എന്തായാലും നോട്ട് കണ്ടേ പറ്റത്തുള്ളൂ. ക്ലാസ് നോട്ട് നിങ്ങൾക്ക് കണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ അടുത്ത് നോട്ട് ചോദിച്ചു തുടങ്ങും. നിങ്ങൾ എനിക്ക് നോട്ട് തന്നേ പറ്റത്തുള്ളൂ. മനസ്സിലായ? ഓക്കെ, നോ എക്സ്ക്യൂസസ്. നമുക്കിതാ ഇങ്ങോട്ടേക്ക് തന്നെ വരാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. വളരെ ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്നാണ് പറയുന്നത്. അല്ലേടാ? നോക്കിയേ, ഇന്ത്യൻ ജനങ്ങൾ, അതായത് നമ്മുടെ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആരാണടാ? നമ്മുടെ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആരാണ്? എടാ, നമ്മൾ ജനങ്ങളാണ്.
നമ്മുടെ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് നമ്മൾ ജനങ്ങളാണ്. അതാണ് പറയുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം ആണ് ഈ ഭരണഘടനയ്ക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്. അല്ലേ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ പിള്ളേരെ, നമ്മുടെ രാജ്യത്ത് പ്രസിഡന്റ് ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്, അതുപോലെ ഹൈക്കോടതികളുണ്ട്, ഉണ്ടല്ലോ. ഇവർക്കൊക്കെ അധികാരം കൊടുത്തിരിക്കുന്ന ആരാണ്? പ്രസിഡന്റിനും സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരം നൽകിയിരിക്കുന്നത് പിള്ളേരെ നമ്മുടെ ഭരണഘടനയാണ് അധികാരം നൽകിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ ഗവൺമെന്റിന് അധികാരം കൊടുത്തിരിക്കുന്ന ആരാ? നമ്മുടെ ഗവൺമെന്റിന് അധികാരം കൊടുത്തിരിക്കുന്ന ആരാ? എടാ, നമ്മുടെ ഗവൺമെന്റിന് അധികാരം കൊടുത്തിരിക്കുന്നത് ഭരണഘടനയാണ്. രാഷ്ട്രപതിക്ക് ഇന്ന അധികാരങ്ങൾ ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് ഭരണഘടനയിലാണ്. അപ്പൊ അതുപ്രകാരം രാഷ്ട്രപതിക്ക് അധികാരം കിട്ടുന്നു. ഓക്കെ, സുപ്രീം കോടതിക്ക് ഇന്ന അധികാരങ്ങൾ ഉണ്ട് എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സുപ്രീം കോടതിക്ക് അധികാരം ലഭിക്കുന്നു. ഹൈക്കോടതിക്ക് ഇന്ന അധികാരങ്ങളുണ്ട് എന്ന് എഴുതിയിട്ടുള്ളതുകൊണ്ട് ഹൈക്കോടതിക്ക് അധികാരം ലഭിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. എന്നാൽ ഭരണഘടനയാണ് പ്രസിഡന്റിനും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ കാണുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനും, ഈ കാണുന്ന എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും അധികാരം നൽകിയിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്നാൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം കൊടുത്തിരിക്കുന്നത് നമ്മളാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ചോദിക്കും, സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? അവിടെ നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എഴുതിയാൽ തെറ്റും. സുപ്രീം കോടതിക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം നൽകിയിരിക്കുന്നത് ആര്? അത് ഇന്ത്യയിലെ ജനങ്ങൾ. മനസ്സിലായേ?